പഞ്ചദശി ഓഡിയോ ബുക്ക് തുടരുന്നു. 13-ാം അധ്യായം ബ്രഹ്മാനന്ദത്തിൽ അദ്വൈതാനന്ദ പ്രകരണം. സത്യാസത്യ വിശകലനം. മിഥ്യാപ്രതിഭാസങ്ങളോട് കൂടിയ സത്യത്തെ നമുക്ക് 3 പ്രത്യേക ഘട്ടങ്ങളിലായി വേർതിരിച്ച് മനസ്സിലാക്കാം. വ്യക്തം, അവ്യക്തം, അവയുടെ രണ്ടിൻ്റെയും ആധാരം. ഇങ്ങനെയാണ് ആ വേർതിരിവ്. മണ്ണും പാത്രങ്ങളും തന്നെ ദൃഷ്ടാന്തമായി എടുക്കാം. കാര്യരൂപങ്ങളായ അനേകം പാത്രങ്ങൾ രൂപം കൈക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് വ്യക്തം. പാത്രരൂപങ്ങൾ വേർതിരിയാതെ ശക്തിയായി കാരണത്തിൽ ഒളിഞ്ഞിരിക്കുന്ന സ്ഥിതിയാണ് അവ്യക്തം. ചുരുക്കത്തിൽ ശുദ്ധശക്തിയെയാണ് അവ്യക്തമെന്ന് പറയുന്നത്. വ്യക്തത്തിനും അവ്യക്തത്തിനും ഇരിപ്പിടമായ സത്യവസ്തുവിനെ നിത്യമായ ആധാരമായും കണക്കാക്കാം. വ്യക്ത അവ്യക്ത ദശകൾ കാലഭേദമനുസരിച്ച് മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പരമകാരണമായ ആധാരം മാറി മാറി വരുന്ന ഈ 2 അവസ്ഥകളെയും മാറാതെ അനുഗമിച്ചുകൊണ്ടിരിക്കുന്നു. പാത്രങ്ങളുടെ വ്യക്താവസ്ഥയെയും അവയുടെ അവ്യക്താവസ്ഥയെയും മണ്ണ് മാറ്റമൊന്നും കൂടാതെ അനുവർത്തിക്കുന്നു. ശക്തിയും കാര്യങ്ങളും ചിലപ്പോൾ ചിലയിടത്തു മാത്രം കാണപ്പെടുന്നത് കൊണ്ട് അനിത്യങ്ങൾ. ആധാരം 3 കാലങ്ങളിലും മാറ്റമില്ലാതെ തുടരുന്നത് കൊണ്ട് നിത്യമായ സത്യം. ഇതാണ് വസ്തുസ്ഥിതി. വ്യക്താവ്യക്ത സ്വരൂപം. വസ്തുസത്തയില്ലാത്ത ഒരു അനിർവചനീയ പ്രതിഭാസമാണ് വ്യക്തമായ കാര്യരൂപം. വസ്തുസത്ത ഇല്ലെങ്കിലും ആ രൂപം ഉള്ളതായി പ്രകാശിക്കുന്നുമുണ്ട്. കുടത്തിൻ്റെ രൂപത്തിന് യഥാർത്ഥമായ ഒരു വസ്തുസത്തയുമില്ല, എങ്കിലും അത് പ്രകാശിക്കുന്നുണ്ട്. അങ്ങനെയാണ് അതിന് വ്യക്തം എന്ന പേര് കിട്ടിയത്. അത് ഉണ്ടാകുന്നതും നശിക്കുന്നതുമാണ്. ഒരു രൂപം ഉണ്ടായിക്കഴിഞ്ഞാൽ മനുഷ്യൻ ഇഷ്ടം പോലെ ഒരു പേര് ചൊല്ലി അതിനെ വിളിക്കുന്നു. ഒരേ രൂപത്തെ തന്നെ പല ദേശക്കാർ പല പേരുകൾ ചൊല്ലിയാണല്ലോ വിളിക്കുന്നത്. പേരുകൾ വെറും സങ്കല്പകൽപ്പിതങ്ങൾ മാത്രം. ഒരു പേര് ചൊല്ലി ഒരു വ്യക്തരൂപത്തെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ രൂപം മറഞ്ഞാലും പേര് നിലനിൽക്കുന്നു. മനുഷ്യ ജിഹ്വയിൽ അത് ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ വ്യക്തരൂപങ്ങളെല്ലാം വെറും കൽപ്പിതങ്ങളായ ശബ്ദങ്ങൾ കൊണ്ട് മാത്രം നിരൂപണം ചെയ്യപ്പെടുന്നവയാണ്. അതുകൊണ്ടാണ് കാര്യരൂപങ്ങളെയെല്ലാം വെറും പേരുകൾ മാത്രമായി ശ്രുതി കണക്കാക്കുന്നത്. വസ്തുതത്വമായി ഒന്നും കാണുവാനില്ല. ഉണ്ടായി മറയുന്നു. വാക്കുകൊണ്ട് നിരൂപണം ചെയ്യപ്പെടുന്നത് കൊണ്ട് വെറും പേരുകൾ മാത്രമാണെന്ന് കരുതേണ്ടതായും ഇരിക്കുന്നു. ഇക്കാരണങ്ങളാൽ വളർന്ന് വർത്തുളാകാരമായും മറ്റും കാണുന്ന വ്യക്തരൂപങ്ങളിൽ അവയുടേതായ സത്യത്വം ഒന്നുമുണ്ടെന്ന് കരുതാൻ വയ്യ. നേരെ മറിച്ച് അത്തരം 100 രൂപങ്ങൾക്ക് ഉണ്ടാകാനും മറയാനും ആധാരമായിരിക്കുന്ന മണ്ണ് മാത്രമാണ് അവയിലൊക്കെയുള്ള സത്യാംശമെന്നും കാണേണ്ടതാണ്. പാത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അവ വ്യക്തമായതിന് മുമ്പും ശേഷവും അവയുടെ വ്യക്തരൂപങ്ങൾ ഇല്ലാതായാലും ഏകരൂപമായി സ്ഥിതി ചെയ്യുന്നതും വസ്തുതത്വമായി അനുഭവപ്പെടുന്നതും നശിക്കാത്തതുമായ സത്യം മണ്ണു മാത്രമാണെന്ന് കാണാൻ വിഷമമില്ല. ഇവിടെ ഒരു സംശയം വരാം. സത്യബോധമുണ്ടായാൽ മിഥ്യാബോധം നശിക്കുമെന്നാണല്ലോ നിയമം. വ്യക്തം, കുടം, വികാരം എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന കാര്യരൂപം അസത്യമായ മിഥ്യാപ്രതിഭാസമാണെന്ന് സമ്മതിക്കാം. മണ്ണു മാത്രമാണ് സത്യമെന്നും തീർച്ചയാക്കാം. പക്ഷേ മണ്ണിൻ്റെ ബോധമുണ്ടായിട്ടും കുടത്തിൻ്റെ ബോധം ഇല്ലാതാകുന്നില്ലല്ലോ. അപ്പോൾ സത്യജ്ഞാനമുണ്ടായാൽ അസത്യജ്ഞാനം അകലുമെന്ന് പറയുന്നത് എങ്ങനെ ശരിയാകും? ഈ ചോദ്യം ചിന്താരാഹിത്യത്തിൻ്റെ ഫലമാണ്. കുടമായി കാണുന്ന രൂപം അസത്യമാണെന്ന് തീർച്ചയാകുന്നതോടുകൂടി തന്നെ
അത് സത്യമാണെന്ന ബോധം ഇല്ലാതാകുന്നുണ്ടല്ലോ. ഒരിക്കൽ കൂടി വായിക്കാം. കുടമായി കാണുന്ന രൂപം അസത്യമാണെന്ന് തീർച്ചയാകുന്നതോടുകൂടി തന്നെ അത് സത്യമാണെന്ന ബോധം ഇല്ലാതാകുന്നുണ്ടല്ലോ. ഈ കാണുന്നത് സത്യമാണ് എന്ന ബോധം അകലുന്നത് തന്നെയാണ് നിവൃത്തി. നിവൃത്തിക്ക് കാര്യരൂപം മാഞ്ഞു പോകണമെന്നില്ല. രൂപം തോന്നിക്കൊള്ളട്ടെ, ആ രൂപത്തിൽ വസ്തുസത്ത ഇല്ലെന്നറിഞ്ഞാൽ തന്നെ ആ പ്രത്യേക രൂപത്തോടുള്ള കലശലായ മമത ഒടുങ്ങിക്കിട്ടുന്നതാണ്. ഇതുതന്നെയാണ് ജ്ഞാനജന്യമായ നിവൃത്തി. നദീതീരത്ത് ഒരു മനുഷ്യൻ ചെന്ന് നിൽക്കുന്നുവെന്നിരിക്കട്ടെ. അയാളുടെ പ്രതിച്ഛായ വെള്ളത്തിൽ കാണുന്നുണ്ട്. പക്ഷേ അത് പ്രതിച്ഛായയാണെന്നും അതിന് സത്യമില്ലെന്നും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കരയിൽ നിൽക്കുന്ന പുരുഷനോട് കാണിക്കുന്നത് പോലെയുള്ള മമത ആരും തന്നെ ആ പ്രതിച്ഛായയോട് കാണിക്കാറുമില്ല. പ്രതിച്ഛായ കാണപ്പെടുന്നുണ്ടെങ്കിൽ കാണപ്പെട്ടുകൊള്ളട്ടെ. അതുകൊണ്ട് ആർക്ക് എന്താണ് ദോഷം? അതുപോലെ കാര്യരൂപങ്ങൾ പ്രകാശിക്കുന്നുണ്ടെങ്കിൽ പ്രകാശിച്ചുകൊള്ളട്ടെ. പക്ഷേ ആ രൂപങ്ങൾ സത്യമല്ല. അവയ്ക്കാധാരമായ വസ്തു മാത്രമാണ് സത്യം എന്ന ജ്ഞാനമുണ്ടായി കഴിഞ്ഞാൽ രൂപങ്ങൾ പ്രകാശിച്ചുകൊണ്ടിരുന്നാൽ തന്നെയും ഒരു ദോഷവും വരാനില്ല. ഈ രൂപത്തിലുള്ള സത്യബോധത്തെ തന്നെയാണ് അദ്വൈത വേദാന്തം പുരുഷാർത്ഥമായി കണക്കാക്കുന്നത്. സകല പാത്രങ്ങളിലും മണ്ണിനെ തന്നെ കാണാൻ കഴിയുന്നതുകൊണ്ട് പാത്രങ്ങൾ മണ്ണിൻ്റെ വിവർത്തങ്ങളായും കരുതപ്പെടുന്നു. വിവർത്ത ശബ്ദത്തിന് വിശേഷണയുള്ള വർത്തിക്കൽ എന്നേ അർത്ഥമുള്ളൂ. വിവർത്ത ശബ്ദത്തിന് വിശേഷണയുള്ള വർത്തിക്കൽ എന്നേ അർത്ഥമുള്ളൂ. മണ്ണു തന്നെ മാറ്റമൊന്നും കൂടാതെ പല വിശേഷ രൂപങ്ങളിൽ വർത്തിക്കുമ്പോൾ അവയെല്ലാം പാത്രങ്ങളായി കരുതപ്പെടുന്നു, അത്രയുള്ളൂ. വാസ്തവത്തിൽ മണ്ണിനും പാത്രങ്ങൾക്കും സ്വർണത്തിനും ആഭരണങ്ങൾക്കും തമ്മിലുള്ള കാരണകാര്യബന്ധം പാലിനും തൈരിനുമുള്ള കാര്യകാരണബന്ധം പോലെ തികച്ചും പരിണാമമാണെന്ന് പറയുക വയ്യ. പാല് സ്വന്തം രൂപം പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ടാണ് തൈരായി പരിണമിക്കുന്നത്. മണ്ണിനോ സ്വർണത്തിനോ അത് സംഭവിക്കുന്നില്ല. അതുകൊണ്ട് പാത്രങ്ങളും ആഭരണങ്ങളും മണ്ണിൻ്റെയും സ്വർണത്തിൻ്റെയും വിവർത്തങ്ങളാണെന്ന് തന്നെ കണക്കാക്കുന്നതിൽ തെറ്റില്ല. കുടമുടയ്ക്കപ്പെട്ടാലും അതിൻ്റെ ഓടുകളുടെ രൂപത്തിൽ മണ്ണ് വീണ്ടും കാണപ്പെടുന്നു. ഓടുകളെ ഇടിച്ചു പൊടിയാക്കിയാൽ പോലും പൊടിയുടെ രൂപത്തിൽ മണ്ണ് വീണ്ടും അവശേഷിക്കുന്നു. സ്വർണത്തിൻ്റെ കാര്യത്തിലും ഈ വസ്തുത അതിസ്ഫുടമാണ്. കാരണകാര്യഭാവം പാലും തൈരും പോലെ പരിണാമരൂപത്തിലേ ആകാവൂ എന്ന് ഒരു നിർബന്ധവുമില്ല. മണ്ണിൻ്റെയും സ്വർണത്തിൻ്റെയും ദൃഷ്ടാന്തങ്ങൾ ഇക്കാര്യമാണ് വിളിച്ചറിയിക്കുന്നത്. ആരംഭവാദ നിരാസം. കാരണത്തിൽ നിന്നും തികച്ചും ഭിന്നമായ കാര്യങ്ങൾ ഉണ്ടാകുന്നുവെന്നാണല്ലോ ആരംഭവാദികൾ ശഠിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം മണ്ണിന് കാരണരൂപത്തിലും കാര്യരൂപത്തിലും ഭിന്ന ഭിന്ന ഭാവങ്ങളുണ്ട്. ശബ്ദസ്പർശാദി ഗുണങ്ങൾ തന്നെയും കാരണത്തിനു വേറെ കാര്യത്തിനു വേറെ. എന്നാൽ ആരംഭവാദികളുടെ ഈ നിഗമനം ഒരിക്കലും വേദത്തിന് സമ്മതമല്ല. ഛാന്തോക്യോപനിഷത്തിൽ ഉദ്ദാലകൻ മൃത് സുവർണാദി ദൃഷ്ടാന്തങ്ങൾ കാണിച്ചിരിക്കുന്നത് തന്നെ എല്ലാറ്റിലും കാര്യരൂപങ്ങളുടെ മിഥ്യാത്വവും കാരണരൂപങ്ങളുടെ സത്യത്വവും ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയാണ്. കാരണത്തെ അറിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അറിയപ്പെട്ടതായി തീരുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണത്തിൽ നിന്നും ഭിന്നമായ ഒരു കാര്യവും ഒരിടത്തും ഉണ്ടാകുന്നില്ലെന്നതാണ് വേദാന്ത സിദ്ധാന്തം. ബ്രഹ്മസൂത്രത്തിൽ വ്യാസഭഗവാനും ഭാഷ്യകാരനായ ശങ്കരഭഗവത്പാദരും ഇക്കാര്യം സംശയരഹിതമായി സ്ഥാപിച്ചിട്ടുണ്ട്. കാരണത്തിൻ്റെ സങ്കോച വികാസങ്ങളോ രൂപഭേദങ്ങളോ മാത്രമാണ് എല്ലാ കാര്യങ്ങളും. കാരണത്തിൻ്റെ സങ്കോച വികാസങ്ങളോ രൂപഭേദങ്ങളോ മാത്രമാണ് എല്ലാ കാര്യങ്ങളും. വിത്ത് വികസിച്ചാൽ വൃക്ഷമായി, വൃക്ഷം ചുരുങ്ങിയാൽ വിത്തായി. ഒരേ വസ്തു ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്താൽ ഭിന്ന വസ്തുക്കൾ ഉണ്ടാകുന്നു എന്ന് കരുതാമോ? അങ്ങനെ വന്നാൽ ചുരുണ്ടുകൂടി കിടക്കുന്ന ദേവദത്തനും നീണ്ടു നിവർന്നു കിടക്കുന്ന ദേവദത്തനും രണ്ട് ഭിന്ന വ്യക്തികളാണെന്ന് പറയേണ്ടി വരും. ഇവിടെ ഒരു സംശയം വരാം. അത്യന്ത ഭിന്നങ്ങളായി കാണുന്ന കാരണകാര്യങ്ങളുണ്ടല്ലോ. പാലും തൈരും അതിന് ദൃഷ്ടാന്തങ്ങളല്ലേ? അവ രണ്ടും ഒന്നാണെന്ന് എങ്ങനെ പറയാൻ ഒക്കും? ഈ ചോദ്യം ചോദിക്കുന്നയാളിനോട് അങ്ങോട്ട് ചില കാര്യങ്ങൾ ചോദിച്ചു കൊള്ളട്ടെ. പാലിൽ
നേരത്തെ ഉണ്ടായിരുന്ന തൈരാണോ നിങ്ങൾക്ക് കിട്ടുന്നത്, അതോ ഇല്ലാതിരുന്ന തൈരാണോ? പാലിൽ നേരത്തെ ഉണ്ടായിരുന്ന തൈരാണോ നിങ്ങൾക്ക് കിട്ടുന്നത്, അതോ ഇല്ലാതിരുന്ന തൈരാണോ? നേരത്തെ ഉണ്ടായിരുന്ന തൈരാണോ കിട്ടുന്നതെന്ന് വന്നാൽ പാലിനും തൈരിനും ഭേദമില്ലെന്ന് സിദ്ധമായി. കാരണത്തിൽ നേരത്തെ ഒളിഞ്ഞു കിടന്ന ഒരംശം ഇപ്പോൾ വ്യക്തമായി, അത്രല്ലേ ഉള്ളൂ. ഇനി ഇല്ലാതിരുന്ന തൈരാണ് ഉണ്ടായത് എന്ന് പറഞ്ഞാൽ അത് പരമ അബദ്ധമാകും. ഒരു വസ്തുവിൽ ഇല്ലാതിരുന്നതൊന്നും അതിൽ നിന്നും ഉണ്ടാകാൻ പറ്റുന്നതല്ല. അല്ല, ഇല്ലാതിരുന്നതും ഉണ്ടാകാമെന്ന് വച്ചാൽ പച്ച വെള്ളത്തിൽ നിന്ന് വേണമെങ്കിലും തൈരുണ്ടാക്കാമെന്ന് വന്നു ചേരും. തൈര് വേണമെന്നുള്ളയാൾ പാലും, എണ്ണ വേണമെന്നുള്ളയാൾ എള്ളും ഒക്കെയാണ് അന്വേഷിക്കുക. അല്ലാതെ തൈര് വേണമെന്നുള്ളയാൾ പച്ചവെള്ളവും, എണ്ണ വേണമെന്നുള്ളയാൾ മണൽത്തരിയും അന്വേഷിക്കാറില്ല. ഇതിൻ്റെ അർത്ഥം ചില പ്രത്യേക കാര്യങ്ങൾ ചില പ്രത്യേക കാരണങ്ങളിൽ നേരത്തെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെ. അപ്പോൾ വസ്തുക്കളിൽ ഒളിഞ്ഞു കിടക്കുന്ന രൂപങ്ങൾ സന്ദർഭാനുസരണം ചിലത് പുറത്തു വരുന്നു, മറ്റു ചിലത് വീണ്ടും ഒളിഞ്ഞു പോകുന്നു എന്നുള്ളതല്ലാതെ ഈ ലോകത്ത് ഒന്നും പുതുതായി ഉണ്ടാവുകയോ നശിക്കുകയോ ചെയ്യുന്നില്ലെന്നുള്ളതാണ് സത്യം. വസ്തുക്കളിൽ ഒളിഞ്ഞുകിടക്കുന്ന രൂപങ്ങൾ സന്ദർഭാനുസരണം ചിലത് പുറത്തു വരുന്നു, മറ്റു ചിലത് വീണ്ടും ഒളിഞ്ഞു പോകുന്നുവെന്നുള്ളതല്ലാതെ ഈ ലോകത്ത് ഒന്നും പുതുതായി ഉണ്ടാവുകയോ നശിക്കുകയോ ചെയ്യുന്നില്ലെന്നുള്ളതാണ് സത്യം. പ്രപഞ്ചത്തിന് ഒരു പരമകാരണമുണ്ടെങ്കിൽ അതിൻ്റെ ശക്തിയിൽ ചില പ്രതിഭാസങ്ങൾ ചിലപ്പോൾ പ്രകാശിക്കുന്നു, ചിലത് അതിൽ ഒളിഞ്ഞു മറയുന്നു. ഒരേ കാരണത്തിൽ ചിലപ്പോൾ പ്രകാശിക്കുകയും ചിലപ്പോൾ മറയുകയും ചെയ്യുന്ന രൂപങ്ങളെയാണ് മിഥ്യാപ്രതിഭാസങ്ങളെന്ന് പറയുന്നത്. ഈ മിഥ്യാരൂപങ്ങളെ ഒരിക്കലും കാരണത്തിൽ നിന്നും ഭിന്നമായി ഗണിക്കാനും സാധ്യമല്ല. ശങ്കര ഭഗവത്പാദർ ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ പറയുന്നത് 100 വർഷം കഠിന യത്നം ചെയ്താലും കാരണത്തിൽ നിന്നും ഭിന്നമായ ഒരു കാര്യമുണ്ടെന്ന് സ്ഥാപിക്കാൻ ആർക്കും സാധ്യമാകുകയില്ല എന്നാണ്. ഇങ്ങനെ ആരംഭവാദം സർവഥാ തിരസ്കാര്യമായി തീരുന്നു. ഇവിടെ ഒരു സംശയം തോന്നാം. കാര്യരൂപങ്ങളെല്ലാം മിഥ്യയാണെന്നാണല്ലോ പറഞ്ഞത്, കാരണം സത്യമെന്നും. പക്ഷെ ഛാന്തോക്യോപനിഷത്തിൽ കാരണജ്ഞാനമുണ്ടായാൽ കാര്യജ്ഞാനമുണ്ടാകുമെന്നാണ് ഉദ്ദാലകൻ മകനെ അറിയിക്കുന്നത്. അതിൻ്റെ അർത്ഥം സത്യജ്ഞാനമുണ്ടായാൽ അസത്യജ്ഞാനമുണ്ടാകുമെന്നല്ലേ? ഇതെങ്ങനെ ശരിപ്പെടും? സത്യവും അസത്യവും പരസ്പര വിരുദ്ധങ്ങളല്ലേ? പറയാം. മണ്ണിൽ താൽക്കാലികമായി ആരോപിച്ചിരിക്കുന്ന ഘടരൂപം സാധാരണ ലോകദൃഷ്ടിയിൽ മാത്രമാണ് കാര്യമായി കണക്കാക്കപ്പെടുന്നത്. വസ്തുതത്വമായി അതിലുള്ളത് മണ്ണു മാത്രം. അതിനെ അറിയുന്നത് തന്നെയാണ് കാരണബോധം. കാര്യത്തിലുള്ള അസത്യ അംശത്തെ വേർതിരിച്ചറിയേണ്ടതില്ല. ആത്യന്തികമായ തത്വജ്ഞാനവും പുരുഷാർത്ഥവും അതുകൊണ്ട് നേടാൻ പറ്റുന്നതല്ല. നേരെ മറിച്ച് അതിലുള്ള സത്യാംശത്തിൻ്റെ ബോധം തത്വജ്ഞാനവും പുരുഷാർത്ഥവും നേടിത്തരുന്നു. അസത്യാംശത്തിന് പരമലക്ഷ്യപ്രാപ്തിയെ സഹായിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടു തന്നെ അത് ഉപേക്ഷിക്കപ്പെടുന്നു. അസത്യാംശത്തിന് പരമലക്ഷ്യപ്രാപ്തിയെ സഹായിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് തന്നെ അത് ഉപേക്ഷിക്കപ്പെടുന്നു. അപ്പോൾ കാരണജ്ഞാനം കൊണ്ട് കാര്യജ്ഞാനം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ മണ്ണിനെ അറിയുന്നത് കൊണ്ട് ഘടം അറിയപ്പെട്ടതായി തീരുന്നു എന്നു തന്നെയാണ് അർത്ഥം. ഇതിൽ ആശ്ചര്യപ്പെടാൻ എന്താണുള്ളത്? നേരത്തെ അസത്യമായ കാര്യരൂപത്തിൻ്റെ അധ്യാസം കൊണ്ട് കാരണരൂപം വ്യക്തമായി വേർതിരിക്കപ്പെടാതെ വർത്തിച്ചിരുന്നു. സൂക്ഷ്മചിന്തനം കൊണ്ട് അസത്യാംശം വ്യക്തമാവുകയും സത്യാംശത്തിൻ്റെ പൂർണ്ണബോധം ഉദിക്കുകയും ചെയ്തു. അപ്പോൾ കാരണബോധം കൊണ്ട് കാര്യബോധമുണ്ടാകുന്നുവെന്ന് പറഞ്ഞാൽ അസത്യാംശത്തിൽ നിന്നും വേർതിരിച്ചുള്ള സത്യബോധം ഉണ്ടാകുന്നുവെന്ന് തന്നെയാണ് അർത്ഥം. കാര്യങ്ങളിൽ സർവത്ര വ്യാപിച്ചു നിൽക്കുന്ന കാരണസ്വരൂപം മാത്രമാണ് സത്യമായ വസ്തുവംശം. ഇതറിയുന്നയാൾക്ക് ഒരാശ്ചര്യവുമില്ല. അജ്ഞന് ഇപ്പോഴും ആശ്ചര്യമുണ്ടല്ലോ എന്നാണെങ്കിൽ അജ്ഞൻ്റെ ആശ്ചര്യം ആർക്കാണ് തടയാൻ കഴിയുക? അനേക കാരണങ്ങളുടെ സംയോഗം കൊണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാകുന്നു എന്ന് വാദിക്കുന്നവനാണ് ആരംഭവാദി. അനേക കാരണങ്ങളുടെ സംയോഗം കൊണ്ട്
പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാകുന്നു എന്ന് വാദിക്കുന്നവനാണ് ആരംഭവാദി. കാരണം സ്വസ്വരൂപം പരിത്യജിച്ചിട്ട് കാര്യമായി രൂപാന്തരപ്പെടുന്നുവെന്ന് വാദിക്കുന്നവരാണ് പരിണാമവാദി. കാരണം സ്വസ്വരൂപം പരിത്യജിച്ചിട്ട് കാര്യമായി രൂപാന്തരപ്പെടുന്നുവെന്ന് വാദിക്കുന്നവനാണ് പരിണാമവാദി. ഇത് രണ്ടും അറിയാതെ നിരവധി കാര്യരൂപങ്ങളെക്കൊണ്ട് അദ്ഭുതസ്തബ്ധനായി മിഴിച്ചു നിൽക്കുന്നവനാണ് ലൗകികൻ. അദ്വിതീയമായ കാരണത്തെ അറിഞ്ഞാൽ എല്ലാ കാര്യങ്ങളെയും അറിയാൻ കഴിയുമെന്ന് കേൾക്കുമ്പോൾ ഈ മൂന്ന് കൂട്ടരും കണ്ണു തള്ളി വിസ്മയിച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. സർവവിജ്ഞാന പ്രകാരം ഒന്നിനെ അറിഞ്ഞാൽ എല്ലാറ്റിനെയും അറിയാൻ കഴിയുമെന്ന് പ്രസ്താവിക്കുമ്പോൾ എല്ലാം എന്നുള്ളതുകൊണ്ട് ശ്രുതി പലതിനെ അംഗീകരിക്കുന്നില്ലേ എന്ന് ചിലർക്ക് സംശയം തോന്നിയേക്കാം. മിഥ്യയായ കാര്യരൂപങ്ങളിൽ ഭ്രമിച്ച് ഇന്ന് പലതു കണ്ടുകൊണ്ടിരിക്കുന്ന ബുദ്ധിയെ അദ്വൈത സത്യത്തിൻ്റെ നേർക്ക തിരിച്ചുവിടാൻ വേണ്ടിയാണ് ഒന്നിനെ അറിഞ്ഞാൽ എല്ലാറ്റിനെയും അറിയാൻ കഴിയുമെന്ന് ശ്രുതി പ്രസ്താവിക്കുന്നത്. തൽക്കാലം കണ്ടുകൊണ്ടിരുന്ന ദ്വൈതത്തെ അനുവദിച്ചു കൊടുത്തുകൊണ്ട് ജിജ്ഞാസുവിൻ്റെ മനസ്സിനെ അദ്വൈതത്തിലേക്ക് ആകർഷിക്കുന്നുവെന്ന് ചുരുക്കം. അല്ലാതെ ഇവിടെ യഥാർത്ഥമായും പലതുണ്ടെന്ന് ശ്രുതി ഒരിക്കലും വിവക്ഷിക്കുന്നില്ല. പലതു കാണുന്നവന് ഒടുങ്ങാത്ത ആപത്തുണ്ടാകുമെന്ന് പല സ്ഥലത്തും വേദം വ്യക്തമായി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഒരു മൃത്പിണ്ഡത്തെ വേണ്ട പോലെ അറിഞ്ഞാൽ മണ്ണുകൊണ്ടുള്ളതെല്ലാം മണ്ണു തന്നെയെന്ന് അറിയാൻ കഴിയും. അതുപോലെ അദ്വിതീയമായ ബ്രഹ്മതത്വത്തെ അറിഞ്ഞാൽ ആ കാരണസത്ത തന്നെയാണ് സർവജഗത്തും എന്നറിയാൻ കഴിയും. അതോടുകൂടി കേൾക്കപ്പെടാത്തതൊക്കെ കേൾക്കപ്പെട്ടതായിത്തീരും, അറിയപ്പെടാത്തതൊക്കെ അറിയപ്പെട്ടതായിത്തീരും. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്. ബോധസ്വരൂപം.